ബോളിവുഡ് താരവും ബി.ജെ.പി. എംപിയുമായ കങ്കണ റൗത്തിന്റെ പുതിയ വെജിറ്റേറിയൻ കഫേക്ക് ആശംസയുമായി കോൺഗ്രസ്. കേരളത്തിലെ കോൺഗ്രസ് ഘടകമാണ് ഔദ്യോഗിക എക്സ് അക്കൗണ്ടിലൂടെ ആശംസ അറിയിച്ചത്. ഫെബ്രുവരി 14-ന് മണാലിയിലാണ് ദി മൗണ്ടെയിൻ സ്റ്റോറി എന്ന് പേരിട്ടിരിക്കുന്ന കങ്കണയുടെ കഫേ തുറക്കുന്നത്. ഈ കഫേക്ക് വേണ്ടി ആശംസകൾ അറിയിച്ചുകൊണ്ട് കോൺഗ്രസ് എക്സിൽ കുറിച്ചത് ഇങ്ങനെയാണ്: നിങ്ങളുടെ പുതിയ കഫേ ഹിമാചലിൽ ആരംഭിക്കുന്നുവെന്ന് അറിയാൻ സാധിച്ചു. ഹിമാചലിൽ എത്തുന്ന ടൂറിസ്റ്റുകൾക്ക് നല്ല വെജിറ്റേറിയൻ വിഭവങ്ങൾ നിങ്ങൾ നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ പുതിയ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു എന്നാണ് കോൺഗ്രസ് എക്സിൽ കുറിച്ചത്. അതേസമയം പോസ്റ്റിന് താഴെ കോൺഗ്രസിന്റെ പ്രവൃത്തിയിൽ അമ്പരപ്പ് പ്രകടിപ്പിക്കുകയാണ് ആളുകൾ. കോൺഗ്രസിന്റെ എക്സ് അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടോ എന്നാണ് പലരുടെയും ചോദ്യം. ഒരുപക്ഷെ ഹാക്ക് ചെയ്യപ്പെട്ടത് അല്ലെങ്കിൽ ഈ അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്നത് ഹൈസ്കൂൾ വിദ്യാർത്ഥികളായിരിക്കുമെന്ന് 100% ഉറപ്പാണ്. ഉച്ചഭക്ഷണത്തിന് ബ്രേക്ക് കിട്ടിയ സമയത്ത് പോസ്റ്റ് ചെയ്തതായിരിക്കാം. ഇങ്ങനെ പോകുന്നു കമന്റുകൾ. കോൺഗ്രസ് പ്രവർത്തകരും പോസ്റ്റിന് താഴെ അതൃപ്തി അറിയിക്കുന്നുണ്ട്. നിങ്ങൾ ഇത്തരം വില കുറഞ്ഞ പോസ്റ്റുകൾ പങ്കുവെച്ചുകൊണ്ടേയിരിക്കൂ. എന്നിട്ടും നിങ്ങൾ തിരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് പരാജയപ്പെട്ടുവെന്ന് ചിന്തിക്കുന്നു. അജ്ഞതയുള്ളവരാണ് രാജ്യത്തിന്റെ ധാർമ്മികതയെ അവഗണിക്കുക എന്നാണ് മറ്റൊരാൾ കമന്റ് ചെയ്തത്. അതേസമയം തന്റെ പുതിയ സംരംഭം ഹിമാചലിൽ തുടങ്ങുന്നത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസമാണ് കങ്കണ റണൌത്ത് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത്. കുട്ടിക്കാലത്തെ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു. ഹിമാലയത്തിന്റെ മടിത്തട്ടിൽ എന്റെ ഒരു കഫേ എന്ന വരികളോടെ റെസ്റ്റോറന്റിന്റെ വീഡിയോ ആണ് താരം പങ്കിട്ടത്. തടികൊണ്ടുള്ള ഫർണിച്ചറുകൾ, മങ്ങിയ വെളിച്ചമുള്ള ചാൻഡിലിയേഴ്സ്, പരമ്പരാഗത ഹിമാചൽ സൗന്ദര്യം വിളിച്ചോതുന്ന ഇന്റീരിയറുകൾ എന്നിവയാണ് റെസ്റ്റോറന്റിൽ ഒരുക്കിയിരിക്കുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം തന്റെ പുതിയ വസ്ത്രമായ ലഡാക്കി ഗോഞ്ചയെ തെറ്റായി നാമകരണം ചെയ്തതിന് ഫാഷൻ ബ്ലോഗർമാരെ വിമർശിച്ച് കങ്കണ റണാവത്ത് സോഷ്യൽ മീഡിയയിൽ രംഗത്തെത്തിയത് ശ്രദ്ധേയമായിരുന്നു. തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറികളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുകൊണ്ട് നടി ഇങ്ങനെ എഴുതി: ഈ ഫാഷൻ ബ്ലോഗർമാർ എന്ന് വിളിക്കപ്പെടുന്നവർക്ക് പർവ്വത ജനതയെക്കുറിച്ചോ അവരുടെ സംസ്കാരത്തെക്കുറിച്ചോ പാരമ്പര്യത്തെക്കുറിച്ചോ അറിവോ ധാരണയോ പരിഗണനയോ ഇല്ല എന്നത് തികച്ചും ലജ്ജാകരമാണ്. എല്ലാം അനാർക്കലിയല്ല. ഒരു ലേഖനം പോലും ഈ വസ്ത്രത്തെ പരമ്പരാഗത ലഡാക്കി ഗോഞ്ച എന്ന് വിളിച്ചിട്ടില്ല. ഇത് അന്യായവും സാംസ്കാരികമായി അനുചിതവുമാണ്. പരിചയമില്ലാത്തവർക്ക് ഇത് ലഡാക്കി ഗോഞ്ചയാണ്. ഇതിനെ കോസ് അല്ലെങ്കിൽ സുലേമാൻ എന്നും വിളിക്കുന്നു. റെനൌട്ട് ഇങ്ങനെ കുറിച്ചു: പരമ്പരാഗത വസ്ത്രത്തിന് അന്താരാഷ്ട്ര ഗൗണുകളെക്കാളും ബ്രാൻഡഡ് വസ്ത്രങ്ങളെക്കാളും മനോഹരമായി കാണപ്പെടാൻ കഴിയും. നമ്മുടെ പ്രാദേശിക പരമ്പരാഗത വസ്ത്രങ്ങൾ നാം പ്രോത്സാഹിപ്പിക്കണം. ഇന്ത്യക്ക് വാഗ്ദാനം ചെയ്യാൻ ധാരാളം കാര്യങ്ങളുണ്ട്. നമ്മൾ അത് തിരിച്ചറിയണമെന്ന് കങ്കണ കുറിച്ചു. നേരത്തെ പരമ്പരാഗത വസ്ത്രം ധരിച്ച ചിത്രങ്ങൾ കങ്കണ പങ്കുവച്ചിരുന്നു.